നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന പാഠങ്ങൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 13 വർഷക്കാലം മക്കയിൽ തന്നെ താമസിച്ചു, അവിടെ തന്നെ ജീവിച്ചു. ഈ 13 വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന നിരവധി കാര്യങ്ങളുണ്ടാകും. ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം സംഭവ വികാസങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ വലിയ ഉയർച്ചയ്ക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. ടേണിംഗ് പോയിന്റായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചിലപ്പോൾ ചില സംഭവങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കപ്പെടും. എന്നാൽ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് താറുമാറ് സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരു നല്ല കച്ചവടം തുടങ്ങിയാൽ ചിലപ്പോൾ ആ കച്ചവടം കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ആ കച്ചവടം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകും. ചില ബിസിനസ്സുകൾ തുടങ്ങിയാൽ ആ ബിസിനസ് കൊണ്ട് അവന്റെ ജീവിതം സമൂലമായൊരു മാറ്റം അവനിക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില കച്ചവടം കൊണ്ട് തന്നെ തകരുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ അപ്രകാരം നമ്മുടെ മഹലിൽ നിന്ന് നല്ല ആളുകളുടെ മരണം, ചില ആളുകളുടെ മരണം നമുക്ക് സന്തോഷകരമായിരിക്കും, ചില ആളുകളുടെ മരണം നമുക്ക് അതീവ ദുഃഖത്തിലെ ചെന്നെത്തിക്കും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ പ്രയാസങ്ങളും ചിലപ്പോൾ വിജയങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാൾവഴിയിൽ വഴിതിരിവായി മാറിയ മഹാസംഭവമായിരുന്നു ഹിജ്റ. ഹിജ്റയുടെ ആ സംഭവങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരുന്നതാണ്. മക്കയിലെ 13 വർഷത്തെ ജീവിതത്തിന് ശേഷമാണ് ഒരുപാട് പീഡനങ്ങൾ അവിടെ അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മഹാനായിരിക്കുന്ന അൽ ബിദായത്ത് വൻ നിഹായയിൽ കാണാം, إنهم عدوا على من أسلم فجعلوا يحسبونهم ويعذبونهم بالضرب والجوع والعطش وبرمضاء مكة إذا اشتد الحر. ഒരുപാട് പീഡനങ്ങൾ 13 വർഷത്തിനിടയിൽ മക്കയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എല്ലാ അതിർവരമ്പുകളും കടന്ന് മുസ്ലിമീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവർ പീഡിപ്പിച്ചു. കൊടിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു, പരിധി ലംഘിച്ച് ആക്രമിച്ചു എന്നാണ് അൽ ബിദായത്ത് വൻ നിഹായയിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ അവരെ തടവിലാക്കുകയും അവരുടെ അടിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിശന്നുകൊണ്ടും അതുപോലെ ദാഹം കൊണ്ടുമൊക്കെ അവർ പരീക്ഷണം നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ അതിശക്തമായ ചൂടുണ്ടായപ്പോൾ മക്കയെ കരിഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമ്പോൾ മക്ക മുശ്രിക്കീങ്ങളുടെ ഇടയിൽ ഈ കോടിയ പീഡനങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നു. ഈ സമയത്താണ് മറുഭാഗത്ത് മുസ്ലിമീങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്ന പ്രസ്താവന, വല്ലാഹി ലനുസ്കിദന്ന തിജാറതക, തങ്ങളുടെ കച്ചവടത്തെ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കും, പൊളിച്ചു കളയും. വലനുഹിലിക്കന്ന മാലക, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ നശിപ്പിക്കുമെന്ന് അബൂജഹൽ അവിടുന്ന് പ്രസ്താവിക്കുകയാണ്. അതുപോലെ ദഅവത്തിന് പോലും തടസ്സം സൃഷ്ടിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതിനെ തൊട്ട് തന്നെ ജനങ്ങളെ വിലക്കുകയാണ്. അത് സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്, വഖാലല്ലദീന കഫറു
ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കേൾക്കുക പോലും ചെയ്യരുത് എന്ന്. മാത്രമല്ല, നിങ്ങൾക്ക് ദഅവത്ത് നടത്തുമ്പോ, ഖുർആൻ ഓതിത്തരുമ്പോ, പ്രബോധനം ചെയ്യുമ്പോ വൽഗൗ ഫീ, നിങ്ങൾ അവിടെ ബഹളമുണ്ടാക്കണം. അവിടെ ബഹളമുണ്ടാക്കി ആ ഖുർആനിന്റെ അധ്യാപനം കേൾക്കാത്ത രീതിയിലാക്കണമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ലഅല്ലകും തഗ്ലിബൂൻ, അങ്ങനെ നമുക്ക് വിജയിക്കാമെന്ന് ശത്രുക്കൾ പറയുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടാകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. വിവരം ആരെയും അറിയിച്ചില്ല. നട്ടുച്ചക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. രാത്രിയാണ് യാത്ര പുറപ്പെട്ടത്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് വഴി കാണിച്ചു കൊടുക്കാൻ അമുസ്ലിമായ അബ്ദുല്ലാഹിബ്നു അരീഖത്തിനെ കൂടെ കൂട്ടുകയാണ്. ബഹുദൈവ വിശ്വാസിയായ അബ്ദുല്ലാഹിബ്നു അരീഖത്തിനെയാണ് കൂടെ കൂട്ടുന്നത്. അതിലൊരു പാഠമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ഇരിക്കുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടാകും, അവരെ നമ്മുടെ കൂടെ കൂട്ടണമെന്ന് ഒരു പാഠം ഇതിലുണ്ട്. ഇരിക്കട്ടെ, വിശ്വസ്തരായ അവിശ്വാസികളെ ചേർത്ത് പിടിക്കണമെന്ന് നമ്മോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തരികയാണ്. അവരുടെ സഹായം തേടാമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ഉയർന്ന പ്ലാനിങ്ങും നയതന്ത്രതയുമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഹിജ്റയുടെ പാഠം. ആ പാഠം നാം ഉൾക്കൊള്ളണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഹിജ്റയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ഉയർന്ന പ്ലാനിങ്ങും നയതന്ത്രവുമാണ്. യാത്രാവാഹനങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണ്. ആരെയും അറിയിച്ചില്ല. എല്ലാത്തിലും ഒരു പടി മുന്നിലായിരിക്കണം എന്നതാണ് ഇതിന്റെ പാഠം. സമയമാകുമ്പോൾ നെട്ടോട്ടമോടുന്നതിന് ശരിയല്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ യാത്ര അതീവ രഹസ്യമാക്കി, രഹസ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കരുത് എന്നൊരു പാഠം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ മഹാനായിരിക്കുന്ന അങ്ങനെ രഹസ്യങ്ങൾ വെളിവാക്കിയാൽ എന്താ സംഭവിക്കുക? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ആ സംഭവം പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നിങ്ങളുടെ സഹോദരന്മാരെ പോലും നീ പറഞ്ഞു കൊടുക്കരുത്, അവരോട് പോലും നീ മറച്ചു വെക്കണമേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബാപ്പയായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ എന്തോ സാഹചര്യത്തിൽ അദ്ദേഹം ആ സ്വപ്നത്തിന്റെ വിവരം സഹോദരന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ രഹസ്യം വെളിവാക്കിയതിന്റെ പേരിൽ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് സംഭവ വികാസങ്ങൾ പിന്നെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. യാ ബുനയ്യ ലാ തഖ്സുസ് റഅയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നമ്മുടെ രഹസ്യം വ്യക്തം വെളിവാക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ശൈത്താൻ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന് മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ഏറ്റവും ഉയർന്ന പ്ലാനിങ്ങിലാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുമ്പോ വടക്കോട്ട് സഞ്ചരിക്കാതെ എതിർദിശയായി തെക്കോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. എതിർദിശയായ തെക്കോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുന്നത് മദീനയിലേക്ക് പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂട്ട് തിരിച്ചു മാറ്റി, റൂട്ട് തെക്കോട്ടേക്ക് മാറ്റുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാനിങ്ങോടുകൂടെയാണ് മദീനയിലേക്ക് തങ്ങൾ പോകുന്നത്. ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. ചരിത്രം അതിവിശാലമാണ്, അതിലേക്ക് കടന്ന് സംസാരിക്കാൻ ടൈമില്ല. ഇരിക്കട്ടെ, ഇതിൽ മഹത്തായ ചില സന്ദേശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് സൂക്ഷ്മതയാണ്. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും സൗർ ഗുഹയിൽ ഇരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ശത്രുക്കളുടെ അന്വേഷണം നിലച്ചു. അവർ നിരാശരായി പല ഭാഗത്തേക്കും അന്വേഷണത്തിന് വിട്ടു, എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ഈ സൗർ ഗുഹയുടെ മുമ്പിലെത്തി. എന്നിട്ട് പോലും അവർക്ക്
എന്ത് ചെയ്തില്ല, കാണാൻ കഴിഞ്ഞില്ല. കാരണം പ്രാവ് അടയിരിക്കുന്നതും എട്ടുകാലിയുടെ വിലയും കണ്ടപ്പോൾ ഇതിൽ മനുഷ്യ താമസം ഉണ്ടാവുകയില്ല എന്നവർ ഉറപ്പിച്ചു. അങ്ങനെ സൗർ ഗുഹയിലേക്ക് കയറിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പേടിയുണ്ടായിരുന്നു. തവക്കുലാക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശത്രുക്കൾ ഗുഹയുടെ മുമ്പിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് അക്ബറിനോട് പറയുന്നത്, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, മഅയ്യത്ത്, അള്ളാഹുവിന്റെ മഅയ്യത്ത് നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ധൈര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സൂക്ഷ്മത തവക്കുലിനെതിരല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചരിത്രത്തിന്റെ പാഠമാണത്. നാം ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് തന്നെ റബ്ബിനെ തവക്കുലാക്കണം. വണ്ടി ഷാട്ടാക്കുമ്പോൾ നാം അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്രോൾ ഉണ്ടോ, അത് ഷാട്ടാകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നാം ശരിക്കും സൂക്ഷിച്ച് ചെയ്തതിന് ശേഷമാണ് വണ്ടിയിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലേണ്ടത്. അപ്പൊ സൂക്ഷ്മതയോട് കൂടി തന്നെയായിരിക്കണം. തവക്കുലും വേണം, സൂക്ഷ്മതയും വേണം എന്നതാണ് ഹിജ്റയുടെ പാഠം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജ്റയിൽ ആ ഒരു പാഠം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. റബ്ബ് തീരുമാനിക്കുന്ന പോലെ വരൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാവലോട് കൂടെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നാം സൂക്ഷിക്കണം. എല്ലാം റബ്ബ് ഒക്കെ മരണം വരുന്ന സമയത്ത് വരും, എന്തും ചെയ്യാ എന്നൊരു രീതി ഉണ്ടാവരുത്. തവക്കുലും വേണം, സൂക്ഷ്മതയും വേണം. രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജ്റയിൽ നമുക്ക് പാഠമുണ്ട്. അതുപോലെ ഭക്ഷണം ക്രമീകരിക്കുന്ന കാര്യമായാലും മറ്റുള്ള വിഷയങ്ങളായാലും ഏത് വിഷയത്തിലായാലും അതിന്റെ പ്ലാനിങ്ങും കൃത്യമായിരിക്കുന്ന പ്ലാനിങ് ഉണ്ടായിരിക്കണമെന്ന് നബി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജ്റയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഇതിൽ മറ്റൊരു പാഠം അതാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. മക്കയും മദീനയിലേക്ക് സന്തോഷത്തോടുകൂടെ അവിടെ എത്തിക്കുകയും പ്രവേശിപ്പിക്കുകയും അതുപോലെ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടുകൂടി പുറപ്പെടാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ അല്ലാഹ്. വജ്അൽനി മിൻ ലദുൻക, നിന്റെ വക്കലിൽ നിന്ന് സുൽത്താനൻ നസീറ, വലിയൊരു സഹായം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ രക്ഷാ കവചമാണ് ദുആ. ശത്രുവിനോട് ഏറ്റുമുട്ടുന്നതിന്റെ ആയുധം പോലെയാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കവചമാണ്, രക്ഷാ കവചമാണ്, ആയുധമാണ് പ്രാർത്ഥന. വഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്. വനൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ പ്രകാശമാണ് ദുആ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹിജ്റ ഒരു പ്രതീക്ഷയാണ്. ഏത് ത്യാഗത്തിന്റെ ശേഷവും ഒരു പുതിയൊരു വഴി തുറന്നു കിട്ടുമെന്നൊരു പ്രതീക്ഷ. അഥവാ മക്കയുടെ ശേഷം ഒരു മദീന ഉണ്ടാകുമെന്നർത്ഥം. ഇന്ന് ആഗോളതലത്തിൽ മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പുറകിൽ ഒരു പുതിയ പ്രഭാതം പിറവികൊള്ളും എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം മഹദിയുടെ ഈസാ നബി അലൈഹി ഇസ്ലാമിലൂടെ അത് ലോകം കാണുക തന്നെ ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. പള്ളികൾ തകർക്കുകയും മുസ്ഹഫുകൾ കത്തിക്കുകയും ചെയ്യുന്ന ക്രൂരതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അതിനൊക്കെ മറികടന്ന് ഒരു രക്ഷാ കവചം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വലാ തൈഅസു മിൻ റൗഹില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാ, അല്ലാഹുവിന്റെ സന്തോഷത്തിനെ തൊട്ട് അനുഗ്രഹത്തിനെ തൊട്ട് നിങ്ങൾ തീർച്ചയായും നിരാശരാവേണ്ടതില്ല. അത്
കാഫിരീങ്ങളായ സമുദായമാണ്. അങ്ങനെ നിരാശരാവുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയിലും ദീൻ കൈവിടരുത്. ദീന് കൊണ്ടാണ് നാം വിജയിക്കുന്നത്. നമ്മുടെ ശക്തിയോ സമ്പത്തോ മാത്രം മതിയാവില്ല. ദീനാണ് റബ്ബിന്റെ സഹായത്തിന്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ ഹിജ്റയുടെ പാഠങ്ങൾ നമുക്കാവട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ